മണ്ടോ ഞാൻ അന്നെ കാണാൻ വേണ്ടി വന്നാ. അതായത് മറ്റന്നാളെ നിർഭയ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാത്രി നടത്തം സംഘടിപ്പിക്കുന്നുണ്ട്. വേണം, എന്തായാലും പങ്കെടുക്കണം. പെണ്ണുങ്ങളെ പകല് പുറത്തിറങ്ങി നടന്നിട്ട് ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി മറ്റേ രാത്രി കൂടി ഇറങ്ങി നടന്നുള്ള അവസ്ഥ എന്താണ്? സത്യമായിട്ട് ഒരു നല്ല കാര്യത്തിന് തുടങ്ങാൻ വിചാരിക്കും. നിങ്ങൾ ഒറ്റക്ക് പറയല്ലേ? അല്ല പോയതോ, ഇതിപ്പോ ഈ സ്ത്രീകള് തനിച്ചാണോ? ഒറ്റക്കല്ല, ഓരോ കൂടെ പോലീസും മെഡിക്കൽ ടീംസും ഒക്കെ ഉണ്ടാവും. എന്തിനാടാ ഈ വക ജാതികളൊക്കെ വെറുതെ രാത്രി കയറൂരി വിടാൻ നിൽക്കുന്നത്? സത്യമായിട്ടാ നമ്മൾ ആണുങ്ങൾ മാത്രം നടന്നാൽ മതിയോ രാത്രി കാലങ്ങളിൽ? പെണ്ണുങ്ങൾക്കും ഒരു പേടിയും കൂടാണ്ട് ധൈര്യമായിട്ട് നമ്മളെ റോട്ടിൽ കൂടെ നടക്കാന്നുള്ള സർക്കാരിന്റെ ഒരു പരിപാടിയാണിത്. ഞാൻ എന്തായാലും വരും. അതിന് നിനക്ക് എവിടെ സമയം? രാത്രിയല്ലേ, എനിക്ക് സമയമുണ്ട്. ഞാൻ എന്തായാലും പോവും. അത് മാത്രല്ല, ചിലർക്കൊക്കെ ചില വിചാരമുണ്ട്, ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പണിയെടുക്കേണ്ടവര് മാത്രാണ് പുറത്തു പോവാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റണം. സ്ത്രീകള് അടുക്കളയിൽ നിന്ന് അരങ്ങേറ്റേക്ക് വരണം, അതാണ് വേണ്ടി. ഇതിപ്പോ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യത്തിനില്ലല്ലോ. എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണും 7 മണി ആയതാ ആ പടി അങ്ങോട്ട് കിടക്കില്ല. എങ്ങാനും കടന്നു ഞാൻ അറിഞ്ഞ ആ മുട്ടുകാര് ഞാൻ കുത്തും. ഇത് കേട്ടപ്പോ തുടങ്ങി എന്റെ അമ്മായിച്ചും വീട്ടിൽ കിടന്ന് എന്തൊരു ബഹളമായിരുന്നറിയാമോ? എന്തിന്? പെൺകുട്ടികൾ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്റെ ദൈവമേ, അത് കേട്ടപ്പോ തുടങ്ങി എന്റെ ഭർത്താവ് നീ പോവണ്ട. ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ആ വാശിക്കാണ് സത്യം പറഞ്ഞ ഞാൻ ഒന്ന് നടക്കാറുണ്ട്. അത് ശരി. അപ്പൊ ആ വാശിക്കാണ് മണ്ടു പറഞ്ഞ് നടക്കാൻ ഇറങ്ങിയല്ലേ? അല്ല, അങ്ങനെയല്ല. പിന്നെ സർക്കാർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യണം നമുക്ക് വേണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ നമ്മൾ പങ്കെടുക്കണ്ടേ? പിന്നെ എന്ത് പറയാനാ, ആ വലിയ കൂട്ടത്തിന്റെ കൂടെ പോയാ മതിയായിരുന്നു. അവരുടെ കൂടെ പോയ എന്താ ത്രില്ല്? നമ്മൾ 5 പേര് ഒറ്റയ്ക്ക് നടക്കണം, നല്ല രസമുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ 5 പേര് കൂട്ടത്തിൽ നടക്കുമ്പോഴാണല്ലോ ഒരു ചലഞ്ച് ഉള്ളത്. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ആരെങ്കിലും ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനൊക്കെ വന്നാ? അങ്ങനെ അഥവാ ആരെങ്കിലും ചെയ്താ അറിയാലോ, വിളിക്കേണ്ട നമ്പർ വിളിച്ചു പറയാട്ടാ. ഞങ്ങൾ ഇതൊക്കെ തന്നെ റോങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ പല സ്ത്രീകളും പല വഴിക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പേടിക്കണ്ട കേട്ടാ. ശരി. സപ്പോർട്ടുള്ളപ്പോ നമ്മളെങ്ങനെ പേടിക്കണേ? പോലീസുകാരെ നമുക്ക് വേണ്ട. എന്താവശ്യം